അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് ഞാൻ ചെറിയൊരു കഥ പറഞ്ഞ് തുടങ്ങാം. ഒരിക്കൽ ഒരു യാത്രക്കാരൻ ഒട്ടകപ്പുറത്ത് മരുഭൂമിയിലൂടെ സഞ്ചരിക്കുകയാണ്. വിജനമായ മരുഭൂമി, തണലിന് ഒരു മരങ്ങൾ പോലുമില്ലാത്ത മരുഭൂമിയിലൂടെ വെയിലത്ത് ക്ഷീണിച്ച് ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കുന്ന ഒരു യാത്രക്കാരൻ. അദ്ദേഹം അവസാനം ഒരു മരം കണ്ടെത്തി. ആ മരം കണ്ടപ്പോൾ അദ്ദേഹത്തിന് സന്തോഷം തോന്നി. ഒട്ടകപ്പുറത്ത് നിന്ന് ഏറെ യാത്രാക്ഷീണം കൊണ്ട് അദ്ദേഹം മരത്തണലിലേക്ക് ഇരുന്നു. ഒട്ടകത്തിനെ മരത്തണലിൽ നിർത്തി. അപ്പോൾ അദ്ദേഹം അറിയാതെ ഉറങ്ങിപ്പോയി. ഉറങ്ങി എഴുന്നേറ്റ് നോക്കുമ്പോൾ തൻ്റെ ഒട്ടകത്തിനെ കാണുന്നില്ല. എങ്ങോട്ട് നോക്കിയാലും ഒരു അതിരുകളില്ലാത്ത വലിയൊരു മരുഭൂമി. എന്തു ചെയ്യുമെന്നറിയാതെ ഇദ്ദേഹം വിഷമിച്ചു. അദ്ദേഹത്തിൻ്റെ ഭക്ഷണവും വെള്ളവും മറ്റു സാമഗ്രികളും എല്ലാം ഒട്ടകപ്പുറത്താണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ആ ഒട്ടകം പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്ന സന്തോഷം ഇത്ര വലുതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ കഥയാണിത്. അതിനേക്കാൾ വലിയ സന്തോഷമാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നത്, ചെയ്തു പോയ പാപങ്ങളുടെ മേൽ അള്ളാഹുവിനോട് കരഞ്ഞു പറയുന്നത്. ഈ റബീഉൽ അവ്വലിൻ്റെ പുണ്യപ്രഭാതത്തിൽ നാം ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിൽ ഒന്നാണ് തൗബ, അള്ളാഹുവിലേക്ക് മടങ്ങി വരവ്. നമ്മിൽ പാപം ചെയ്യാത്ത ഒരാളും ഉണ്ടാകില്ല. നമ്മുടെ കണ്ണുകളെ കൊണ്ട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാകാം, നാവ് കൊണ്ട് തെറ്റുകൾ പറഞ്ഞിട്ടുണ്ടാകാം, നമ്മുടെ ഹൃദയത്തിൽ തെറ്റായ ചിന്തകൾ വന്നിട്ടുണ്ടാകാം, നമസ്കാരത്തിൽ വീഴ്ചകൾ വന്നിട്ടുണ്ടാകാം, മാതാപിതാക്കളോട്, ഭാര്യയോട്, മക്കളോട്, അയൽക്കാരോട് അനീതി ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ ഇവിടെ അള്ളാഹു നമ്മോട് പറയുന്ന ഏറ്റവും വലിയ പ്രത്യാശ, ഏറ്റവും വലിയ പ്രതീക്ഷ, കുൽ യാ ഇബാദിയല്ലദീന അശ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നുതു മിൻ റഹ്മത്തില്ലാ ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. എൻ്റെ അടിമകളെ, സ്വന്തം ആത്മാക്കളോട് അക്രമം ചെയ്തു പോയവരെ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ നിരാശപ്പെടരുത്. തീർച്ചയായും അള്ളാഹു എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ്. സൂറത്ത് സുമറിലെ 53-ാമത്തെ ആയത്താണ് ഞാൻ ഈ ഓതിയത്. ശ്രദ്ധിക്കുക, അള്ളാഹു പറഞ്ഞത് ചെറിയ പാപങ്ങൾ എന്ന് മാത്രമല്ല, എല്ലാ പാപങ്ങളും പൊറുക്കുമെന്നാണ്. അതുകൊണ്ട് നാം ചെയ്ത പാപം എത്ര വലുതാണെങ്കിലും അള്ളാഹുവിൻ്റെ കാരുണ്യം അതിനേക്കാൾ വലുതാണ്. തൗബ എന്നാൽ എന്താണ്? തൗബ എന്നത് വെറുതെ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് നാവ് കൊണ്ട് പറയുന്നത് മാത്രമല്ല. തൗബയുടെ യഥാർത്ഥ അർത്ഥം പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് അള്ളാഹുവിലേക്ക് മടങ്ങുക എന്നതാണ്. പണ്ഡിതന്മാർ തൗബക്ക് പ്രധാനമായും 3 കാര്യങ്ങൾ പറയുന്നു. അതിലൊന്ന്, ചെയ്തു പോയ പാപത്തിൽ പശ്ചാത്താപിക്കലാണ്. ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി എന്ന വേദന ഹൃദയത്തിൽ ഉണ്ടാകുക. തൗബയുടെ രണ്ടാമത്തത് ആ പാപം ഉപേക്ഷിക്കുക. 2, ആ പാപം ഉപേക്ഷിക്കുക. പാപം ചെയ്തുകൊണ്ട് തന്നെ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നത് യഥാർത്ഥ തൗബയല്ല. 3, ഇനി ആ പാപത്തിലേക്ക് മടങ്ങില്ലെന്ന് ഉറച്ചു തീരുമാനമെടുക്കുക. ഇനി ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തട്ടെ. ആരുടെങ്കിലും അവകാശം നമ്മൾ കവർന്നിട്ടുണ്ടെങ്കിൽ, ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, പണം കടം വാങ്ങി തിരികെ കൊടുത്തിട്ടില്ലെങ്കിൽ, അവരുടെ അപമാനത്തിന്, അവരുടെ മാനം അവരെ നാം അപമാനിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് മാത്രം മാപ്പ് ചോദിച്ചിട്ട് കാര്യമില്ല. ആ ഹക്ക് അവർ കൂടി പുറത്തു തരേണ്ടതാണ്.
പണം എടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കണം. അനീതി ചെയ്തിട്ടുണ്ടെങ്കിൽ കഴിയുന്ന വിധം അത് പരിഹരിക്കണം. ഏറ്റവും വലിയ ഒരു പ്രതീക്ഷയായ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ലാഹു അശദ്ദു ഫർഹൻ ബി തൗബത്തി അബ്ദിഹി. തൻ്റെ ദാസൻ തൗബ ചെയ്യുന്നതിൽ അള്ളാഹുവിന് ഉണ്ടാകുന്ന സന്തോഷം എത്ര വലിയതാണെന്നറിയാമോ? അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കഥയുടെ ആകത്തുക. ആ കഥയിൽ നമുക്കറിയാം അള്ളാഹു ആ ഒട്ടകക്കാരൻ എത്ര സന്തോഷിക്കുന്നുവോ അതിൽ കൂടുതൽ അള്ളാഹു സന്തോഷിക്കുന്നു എന്നതാണ്. പ്രിയ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, വിദ്യാർത്ഥികളെ, നാം അള്ളാഹുവിലേക്ക് ഒരു ചുവട് വെച്ചാൽ അള്ളാഹു നമ്മിലേക്ക് ഓടിയെടുക്കും. അള്ളാഹുവിലേക്ക് അടുക്കുന്നവനെ അള്ളാഹു സ്വീകരിക്കും. ഒരായത്ത് കൂടി ശ്രദ്ധിക്കുക. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു, ഇല്ലാമൻ താബ വ ആമന വ അമില അമലൻ സ്വാലിഹൻ ഫഉലായിക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. എത്രത്തോളം അർത്ഥവത്തായ ആയത്താണത്. ആരെങ്കിലും തൗബ ചെയ്യുകയും വിശ്വസിക്കുകയും സൽക്കർമ്മം ചെയ്യുകയും ചെയ്താൽ അവരുടെ തിന്മകളെ അള്ളാഹു നന്മകളാക്കി മാറ്റും. തെറ്റ് ചെയ്തു പോയി എന്ന കാരണം കൊണ്ട് മാറി നിൽക്കാതെ അള്ളാഹുവിനോട് ഹസനാത്തുകൾ ചെയ്താൽ ആ തെറ്റുകൾ പോലും നന്മയായി അള്ളാഹു തആല പരിഗണിക്കും. ഇത് വളരെ അത്ഭുതകരമാണ്. അള്ളാഹു പാപം മാപ്പാക്കുക എന്നു മാത്രമല്ല, ആത്മാർത്ഥമായി ചെയ്ത സൽക്കർമ്മത്തിലേക്ക് മടങ്ങിയാൽ ആ തിന്മകളെ നന്മയാക്കി മാറ്റും. അതുകൊണ്ട് ഭൂതകാലത്തെ ഓർത്ത് തകർന്നു പോകരുത്. ഭൂതകാലം നിങ്ങളെ ഭാവി തീരുമാനിക്കേണ്ടതല്ല. ഒരു സത്യമായ തൗബക്ക് ശേഷം ഒരു മനുഷ്യൻ്റെ ജീവിതം തന്നെ മാറിമറിയും. തൗബ വൈകിക്കരുത്. നമ്മുടെ ഏറ്റവും വലിയ തെറ്റ് എന്താണ് എന്ന് ചോദിച്ചാൽ, ഇനി കുറച്ച് കഴിഞ്ഞിട്ട് തൗബ ചെയ്യാം, വയസ്സായി നമസ്കരിക്കാം, ഇപ്പോൾ ജീവിതം ആസ്വദിക്കട്ടെ, പിന്നെ ശരിയാകാം എന്ന ചിന്തയാണ് ഏറ്റവും വലിയ തെറ്റ്. സഹോദരങ്ങളെ, മരണം വരുമെന്ന് നമുക്കറിയാം, പക്ഷേ അത് എപ്പോൾ വരുമെന്ന് നമുക്ക് അറിയില്ല. അതുകൊണ്ട് മരണത്തിന് വേണ്ടി മരണത്തിലേക്ക് ഒരാളുടെ ഹക്കും ബാക്കിയാക്കാതെ മരണത്തിലേക്ക് തയ്യാറാവുകയാണ് നമ്മൾ വേണ്ടത്. തൗബ ചെയ്യുന്നവരെ അള്ളാഹു സ്നേഹിക്കുന്നു. അള്ളാഹു പറയുന്നു, ഇന്നല്ലാഹ യുഹിബ്ബുത്തവാബീൻ, ഇന്നല്ലാഹ യുഹിബ്ബുത്തവാബീൻ. തീർച്ചയായും അള്ളാഹു ധാരാളമായി തൗബ ചെയ്യുന്നവരെ സ്നേഹിക്കുന്നു. അള്ളാഹു തൗബ ചെയ്തവരോട് ക്ഷമിക്കുന്നു എന്ന് മാത്രമല്ല പറഞ്ഞത്, ഞാൻ അവരെ സ്നേഹിക്കുന്നു എന്നുകൂടെയാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ബഹുമതി എന്താണ്? അള്ളാഹുവിൻ്റെ സ്നേഹമാണ്. അതിലേക്കുള്ള വാതിലാണ് തൗബ. നമുക്ക് ഇന്ന് ഒരു തീരുമാനമെടുക്കാം. പ്രിയ കൂട്ടുകാരെ, ഈ റബീഉൽ അവ്വലിൽ നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നുവെന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച വഴിയിലേക്ക് മടങ്ങുകയും വേണം. ഇന്ന് നമുക്ക് ചില തീരുമാനങ്ങൾ എടുക്കാം. ഞാൻ ഇനി തെറ്റിലേക്ക് പോവുകയില്ല, ചെയ്തു പോയ തെറ്റുകൾക്ക് ഞാൻ അള്ളാഹുവിനോട് പശ്ചാത്താപിക്കുന്നു എന്ന തീരുമാനത്തോടു കൂടെ ആകട്ടെ ഈ റബീഉൽ അവ്വൽ മാസത്തിനെ നാം വരവേൽക്കുന്നതും ഈ റബീഉൽ മാസം നമ്മളോട് വിട പറയുമ്പോൾ നമുക്കൊരു പുതിയ ജീവിതം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം നമ്മളിലേക്ക് വരികയും ചെയ്യട്ടെ. നമ്മുടെ ജീവിതം അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇന്നത്തെ ചോദ്യം, തൗബയുടെ രണ്ടാമത്തെ ഷർത്ത് പണ്ഡിതന്മാർ എന്താണ് പറയുന്നത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.